ബ്ലാക്ക്മെയിൽ പരാതി ബൂമറാങ്ങായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഏപ്രിൽ 20 നടൻ ദിലീപും സംവിധായകൻ നാദിർ ഷായും DGPക്ക് പരാതി നൽകുകയുണ്ടായി. പൾസർ സുനി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചില തെളിവുകളും നൽകുകയുണ്ടായി, ഓഡിയോ ക്ലിപ്പ് അടക്കം. ഇന്നിപ്പോൾ ഈ ജിൻസന്റെ രഹസ്യമൊഴി പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്, ജയിലിൽ നിന്ന് പൾസർ സുനി വിളിച്ച കോളുകളിൽ ചിലതിന് 8 മിനിറ്റിൻ്റെ ദൈർഘ്യം വരെയുണ്ട്. എല്ലാത്തിലുമുപരി നാദിർ ഷായുമായുണ്ടായിരുന്ന ടെലിഫോൺ സംഭാഷണത്തിൽ കയർത്ത് സംസാരിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. പരസ്പരം സൗഹൃദത്തോടെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ സംഭാഷണം നടന്നത് എന്നാണ് ഇത് നേരിട്ട് കേട്ട ജിൻസൺ കോടതിയിൽ നൽകിയിരിക്കുന്ന 164. അപ്പോൾ ദിലീപും നാദിർ ഷായും എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിന് വിധേയരായി എന്ന പരാതി കൊടുത്തത്? അത് ഈ കേസ് വഴിതിരിച്ചു വിടാനായിരുന്നോ? ഇപ്പോൾ ഈ പുറത്തു വരുന്ന രഹസ്യമൊഴി അത് പൊള്ളയാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണോ? വേണു, നമ്മൾ 1-2 ദിവസം മുമ്പ് തന്നെ ചർച്ച ചെയ്ത് 3-4 ദിവസം മുമ്പ് തന്നെ ചർച്ച ചെയ്ത് തുടങ്ങി ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ കേസിൽ ഈ ഒരു 1-2 മാസം ഈ കേസ് ഒന്ന് ഡെഡായി പോയ പോലെ ഇരുന്നിട്ട് ഒരു സഹതടവുകാരൻ്റെ മൊഴി വരുന്നു. അതേപോലെ തന്നെ പോലീസ് ചില സൂചനകൾ കൊണ്ടുവരുന്നു, ചില തെളിവുകൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നൊന്നായിട്ട് ചില തിരക്കഥകൾക്കിടയിൽ ചില ട്വിസ്റ്റുകൾ വരുത്താൻ വേണ്ടി ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ട്വിസ്റ്റുകൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ആളൂർ, എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ആളൂർ, ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, ഇതൊക്കെ ഓരോ ട്വിസ്റ്റിൻ്റെ ബലമാണ്, ട്വിസ്റ്റിൻ്റെ രീതിയിലാണ് ഇവർ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിർണായക വിവരം കൂടെ ഞാൻ വേണുവിനെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് മലയാള സിനിമയിൽ ഈ അമ്മയെ മാത്രമാണ് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ മാത്രമല്ല, ഫെഫ്ക എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയിലെ 159 നമ്പർ കാർഡിൻ്റെ ഉടമയാണ് ഈ അപ്പുണ്ണി എന്ന് പറഞ്ഞ ആൾ. ഈ ദിലീപിൻ്റെ മാനേജർ എന്ന് പറഞ്ഞ ആൾ ഫെഫ്ക എന്ന സംഘടനയിലെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ 159 നമ്പർ കാർഡുകാരനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താങ്കളുടെ ചാനലിനടക്കം ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും മലയാള സിനിമയിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ പോലും, ആവശ്യമില്ലാത്തൊരു കാര്യം ഉണ്ടായാൽ പോലും, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുനിൽ രാജ് എന്നാണ്. അപ്പുണ്ണിയുടെ യഥാർത്ഥ പേര് സുനിൽ രാജ് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫോട്ടോ, ഫെഫ്ക പബ്ലിഷ് ചെയ്ത ആ ബുക്ക് ഉൾപ്പെടെ ഞാൻ താങ്കളുടെ ചാനലിൽ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല, ഇത് മലയാള സിനിമയിൽ ഒരു ചെറിയ കാര്യം പോലും വന്നാൽ വാതോരാ സംസാരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? അമ്മയുടെ ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇതൊരു വലിയ മാഫിയ തന്നെയാണ് വേണു, വലിയ മാഫിയ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അഥവാ അപ്പുണ്ണി ഫെഫ്കയുടെ കാർഡ് ഹോൾഡറാണ്, ഡ്രൈവർ എന്ന നിലയിലെങ്കിൽ ഈ സംഭവത്തിൽ എന്തു ദുരൂഹതയാണ് താങ്കൾ പ്രത്യേകമായി കാണുന്നത്? ഫെഫ്ക മൗനം പാലിക്കാൻ തക്കവണ്ണം എന്ത് കുഴപ്പം ഫെഫ്ക ഈ കേസിൽ ഉണ്ടാക്കി? ഇതിനോടകം പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നാണ് ശ്രീ ബൈജു കൊട്ടാരക്കരയുടെ മനസ്സിലാക്കൽ. ഞങ്ങൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു, ഫെഫ്കയിൽ ഗുണ്ടകളുടെ ഒരു വിളയാട്ടമുണ്ട്. ഇത് മാക്ട ഫെഡറേഷനെ ഒതുക്കാൻ വേണ്ടി കുറെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ അപ്പുണ്ണി ഗുണ്ടയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ കുറച്ച് ഗുണ്ടകളെ അതിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല അതിനകത്ത്. അത് മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയെ ഒതുക്കാൻ വേണ്ടി സിനിമയിലെ ബാക്കിയുള്ള ചില സംഘടന വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമാണത്. അപ്പുണ്ണിയും ഇപ്പോ കുറെ ഗുണ്ടകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതിലൊരാളാണല്ലോ പൾസർ സുനി. ഈ പൾസർ സുനിയും ഈ സുനിൽ രാജ് അഥവാ അപ്പുണ്ണി, ഇവരും തമ്മിൽ ഈ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഈ സുനിൽ രാജാണ് പൾസർ സുനിയെ കൊണ്ടുപോയി അവിടുത്തെ ചില ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പോലും ഈ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ഡ്രൈവേഴ്സ് യൂണിയനിലെ വളരെ തലമുതിർന്ന ഒരാൾ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിവരം തന്നതും ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നതും. അതുകൊണ്ടാണ് ഞാൻ മാതൃഭൂമി സുനിൽ രാജാണ് പൾസർ സുനിയെ ഈ പറയുന്ന സിനിമാ മേഖലയിൽ മറ്റു പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എങ്കിൽ ദിലീപിൽ നിന്ന് എങ്ങനെയാണ് അകലം പാലിക്കാൻ ഈ അപ്പുണ്ണിക്ക് കഴിയുക? കാരണം ഇങ്ങനെ ഒരു വിവരവുമായിട്ടാണ് അപ്പുണ്ണി ഇരിക്കുന്നത്. അപ്പുണ്ണിയും ഈ 13 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് വിധേയനായ ആളാണ്. ഈ 3 പേരും ഒരു ഘട്ടത്തിലും
പൾസർ സുനിയെ പരിചയമുണ്ടെന്ന് സമ്മതിച്ചിട്ടില്ല. എല്ലാത്തിലുമുപരി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പാകട്ടെ ഈ പൾസർ സുനിയും അപ്പുണ്ണിയുമായി നല്ല ബന്ധമല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പുണ്ണി കയർക്കുന്നതാണ് നാം കേൾക്കുന്നത്, ഒഴിവാക്കുന്നതാണ് നാം കേൾക്കുന്നത്. വേണു, ഈ പരിചയമില്ല എന്ന് പറയുന്നത് നമ്മൾ 2-3 ദിവസം മുമ്പ് തന്നെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. ഞാൻ തന്നെയാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞത്. കാരണം വേണു, നമുക്ക് ആ പശ്ചാത്തലം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഈ പൾസർ സുനി ആരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്നു? ജോണി സാഗരിക, മേനക സുരേഷിൻ്റെ ഒരു പരാതി, അതേപോലെ നമ്മുടെ MLA മുകേഷ്, ഇവരുടെ കൂടെയൊക്കെ 1-1.5 വർഷമൊക്കെ ജോലി ചെയ്ത് ഇവനൊരു ക്രിമിനലാണെന്ന് തെളിയിച്ച ആളാണ്. ഈ ആൾ വീണ്ടും എങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത്? ഇനി അതും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു ഇന്നോവ കാർ ഓടിക്കാൻ വേണ്ടി, ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള കാർ ഓടിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഈ പൾസർ സുനി മലയാള സിനിമയിലെത്തുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അയാളെ ഈ ലൊക്കേഷനിലേക്ക് എടുക്കാനായി ഈ കാർ ഓടിക്കാനുള്ള കാര്യത്തിൽ വളരെയധികം അയാളെ കമ്പൽ ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ അയാളെ കമ്പൽ ചെയ്തപ്പോൾ, കമ്പൽ ചെയ്തല്ല, ഡ്രൈവേഴ്സ് യൂണിയനെ കമ്പൽ ചെയ്തപ്പോൾ ടാക്സി അല്ലാതെ രജിസ്ട്രേഷനുള്ള കാറുകൾ ഓടിക്കരുത് എന്നൊരു നിയമം ഉണ്ടായതുകൊണ്ട് ഇയാളെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. ശ്രമിച്ച ആളെ പിന്നെ എങ്ങനെയാണ് വീണ്ടും സിനിമയിൽ ഇത്രത്തോളം സിനിമകൾ അയാൾ ഓടിയത്? അയാളുടെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത്രത്തോളം സിനിമകളിൽ ഓടിയത്? ഇനി ആ നടി ആക്രമിക്കപ്പെട്ട ദിവസം അവിടെ PT തോമസും ആൻഡോ ജോസഫുമാണ് വന്നത്. ആൻഡോ ജോസഫ് ആദ്യം ആരെയാണ് വിളിച്ചത്? ഈ പ്രതിയെയാണ് വിളിച്ചത്. ഒരു നിർമ്മാതാവ്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളുമായ ആൻഡോ ജോസഫിന്റെ കയ്യിൽ ഇരിക്കുകയാണ് ഈ പ്രതിയുടെ നമ്പർ. അങ്ങനെയല്ല, ഇത് ചില സ്ഥലങ്ങളിൽ യുക്തി ഉണ്ടെങ്കിലും ഈ പറയുന്ന കാര്യം തെറ്റാണ്. കാരണം മാർട്ടിനെയാണ് കൈയോടെ പിടികൂടിയിരിക്കുന്നത്. മാർട്ടിന്റെ ഫോണിൽ നിന്നാണ് ഈ നമ്പർ കണ്ടെത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അതിന്റെ ഒരു വിശദാംശം എനിക്ക് അറിയില്ല. പക്ഷേ വിളിച്ചു എന്നാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം. ശ്രീ ബൈജു, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. കാരണം താങ്കൾ ചില ആളുകളിലേക്ക് ഗുണ്ടാബന്ധം ആരോപിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ നോക്കാൻ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ MA നിഷാദ്, ഇനിയിപ്പോൾ പൾസർ സുനി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ദിലീപും നാദിർഷായും പ്രതിരോധത്തിലായിട്ടില്ലേ? ഇനി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെ കരുതുക. നാദിർഷായുടെ ഫാൻസി നമ്പറിൽ നിന്ന് തിരിച്ച് ജയിലിലേക്ക് ഫോൺ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരൻ, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ, സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകയെ ആക്രമിച്ചയാൾ, ഇതൊക്കെ ഉള്ള ഒരാൾ ഇങ്ങോട്ട് വിളിക്കുന്നു, തിരിച്ചങ്ങോട്ട് വിളിക്കുന്നു, ആ സംഭാഷണം 8 മിനിറ്റ് നീളുന്നു, എന്നിട്ട് ഒരു പരിചയവുമില്ല എന്ന് പോലീസിനോട് പറയുന്നു നാദിർഷാ. ദിലീപ് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത നാദിർഷാ ഈ കാര്യങ്ങളെല്ലാം ദിലീപിനോട് പറഞ്ഞു കഴിയുമ്പോൾ ഇയാൾ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഇനി ആ പറച്ചിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് ഞാൻ ഈ മുൻപുള്ള ചർച്ചകളിൽ ഇവിടെ വന്നപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ പോലീസ് ശരിയായ ദിശയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുൾപ്പെടെയുള്ള പുറത്തു വരുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ആരോപണ വിധേയരായവർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയും ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അത് പോലീസിൻ്റെ ഭാഷ്യമാണോ എന്നെനിക്കറിയില്ല, പോലീസിൽ നിന്ന് വരുന്നതാണോ എന്നറിയില്ല. എന്നിരുന്നാലും മാധ്യമങ്ങൾക്ക് കുറച്ച് ഒതൻറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു സോഴ്സിൽ നിന്നായിരിക്കുമല്ലോ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ ഇത് ഞെട്ടലുളവാക്കുന്നതാണ്. ഇനി പിടിച്ചു നിൽക്കാൻ ആരോപണ വിധേയർക്ക് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യം മുതൽ പറയുന്നു, പോലീസിൻ്റെ അന്വേഷണം വരട്ടെ. അവസാനം ക്ലൈമാക്സിൽ പല ട്വിസ്റ്റുകളും ഉണ്ടാവും. വരാൻ പോകുന്നത് കേരളത്തിലെ പൊതുസമൂഹം കാത്തു നിൽക്കുന്ന ആരാണ് ഇതിൻ്റെ പുറകിൽ, ഗൂഢാലോചന മാത്രമല്ല ഒരു സമഗ്രമായ അന്വേഷണമാണ് ഈ കേസിൽ ആവശ്യമുള്ളത്. ഒരു ഗൂഢാലോചന കൊണ്ട് മാത്രം ഇത് നിർത്തിയിട്ട് കാര്യമില്ല. സമഗ്രമായ അന്വേഷണം അതുതന്നെയാണ് ഇതിനകത്ത് വേണ്ടത്. കേരളത്തിലെ പൊതുസമൂഹം അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശരി, ഞാൻ അഡ്വക്കേറ്റ് MC ആഷിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ K സുരേന്ദ്രൻ, പുതിയ DGP ചുമതല വീണ്ടും ഏറ്റെടുത്തതിന് ശേഷം അതിദ്രുതം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ പഴിക്കാനൊന്നും അദ്ദേഹം പോയിട്ടില്ല. മാത്രവുമല്ല, മറ്റേത് DGPയെക്കാളും മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അദ്ദേഹം സന്നദ്ധനാകുന്നുമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ADGPയെയും ഈ പറയുന്ന ദിനേന്ദ്ര കശ്യപിനെയും ഒക്കെ വിളിക്കുകയും
വിശദമായി കാര്യങ്ങൾ പരിശോധിക്കുകയും അതിവേഗത്തിൽ നടപടികളിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏറിയാൽ ഒരാഴ്ച സാവകാശം മാത്രമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ദിവസമായി ഞങ്ങൾ ചെയ്തിരിക്കുന്ന ചില പദ്ധതികൾ അത് പ്രതീക്ഷിച്ച ഫലം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്ന്. ഇവിടെ ഇപ്പോൾ ശ്രീ നിഷാദിനെ പോലെയുള്ളവർക്കൊക്കെ ഈ രൂപത്തിൽ ഇപ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കഴിയില്ല. ഈ ആരോപണ വിധേയർ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഒരു പൾസർ സുനി കാരണമല്ല, ഒരു ജിൻസൺ കാരണമല്ല. ഈ പോലീസ് ഇപ്പോൾ വൈകിയ വേളയിലാണെങ്കിലും ചില കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു എന്നതുകൊണ്ടാണ് എന്നാണ് DGP പറയുന്നത്. ആ പോലീസ് ഭാഷ്യത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇന്നത്തെ DGPയുടെ വാക്കുകളെ തള്ളിക്കളയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ വേണു, നമ്മൾ സത്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അറിയുന്ന ഒരാളാണ് താങ്കൾ. ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഈ കേസ് തേച്ചുമാച്ച് കളയാനുള്ള ഒരു പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇതിനകത്തൊരു ഗൂഢാലോചന ഇല്ല എന്ന് പോലീസ് എങ്ങനെയാണ് ഒരു നിഗമനത്തിലെത്തിയത്? ഇതൊരു കൊട്ടേഷനാണ്. കൊട്ടേഷനാണെങ്കിൽ ആ കൊട്ടേഷൻ ആര് കൊടുത്തു? ഗൂഢാലോചനയുടെ പാർട്ടില്ലാതെ കുറ്റപത്രം കൊടുത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ആദ്യം തന്നെ പോലീസ് ചെയ്തു. 2, ഏപ്രിൽ മാസം 20 തീയതിയാണ് ഈ പറയുന്ന ദിലീപും നാദിർ ഷായും പരാതി കൊടുക്കുന്നത്. ഇന്ന് എത്രയാണ്? ഇന്ന് ജൂലൈ മാസം 4 തീയതിയാണ്. ഇത്രയും ദിവസത്തിനിടയിൽ ആ സന്ദർഭത്തിൽ തന്നെ പോലീസിന്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. എന്നാൽ പോലീസ് ഇത് എങ്ങനെയെങ്കിലും സെറ്റിലാവുകയാണെങ്കിൽ സെറ്റിലായിക്കൊള്ളട്ടെ എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിൽ ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഈ കൊട്ടേഷൻ എന്തിനാണ് നടത്തിയതെന്നും ഈ നടിയെ ആക്രമിച്ച പൾസർ സുനി മാത്രമല്ല ഇതിലെ കുറ്റക്കാരനാണെന്നും അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കേരള പോലീസിനൊഴിച്ച്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് പണത്തിൻ്റെതുമായി ബന്ധപ്പെട്ട്, കൊട്ടേഷൻ പണത്തിൻ്റെതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവിതർക്കം, കൊടുക്കാൻ പറഞ്ഞ പണം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതും നമ്മൾ മലയാളികൾക്കെല്ലാം ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ആ സന്ദർഭത്തിലും ഇത് തനിക്കെതിരെ തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നാദിർ ഷായും ദിലീപും ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് പോലീസിനെ സമീപിക്കുക. എന്നിട്ടും പോലീസ് എത്ര മാസം എടുത്തു? ഏപ്രിൽ 20 കഴിഞ്ഞ്, മെയ് 20 കഴിഞ്ഞ്, ജൂൺ 20 കഴിഞ്ഞ്, ജൂലൈ 4 തീയതി കഴിഞ്ഞിരിക്കുകയാണ്. അതിനർത്ഥം ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻ DGP പറഞ്ഞത് ഒരു കോർഡിനേഷൻ ഇതിനകത്തില്ല. അന്വേഷണ സംഘ തലവനെ വിളിക്കാതെയാണ് പിന്നെ ADGP അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുന്ന ഓരോ മലയാളിക്കും ബോധ്യമാവും. ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഈ കേസ് തേച്ചു മാറ്റി കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയമായി പറഞ്ഞാൽ, ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, മുഖ്യമന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞു ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു ഭാവനാവിലാസം മാത്രമാണെന്ന്. അതിനർത്ഥം ഈ കേസിന്റെ എല്ലാ ഘട്ടത്തിലും പോലീസ്, നിങ്ങളിപ്പോൾ നേരത്തെ ഒരാളും സൂചിപ്പിച്ചു പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ച്, ഇന്നിപ്പോൾ DGP നിർബന്ധിക്കപ്പെടുകയാണ്, പോലീസ് നിർബന്ധിക്കപ്പെടുകയാണ്. പോലീസ് സ്വമേധയാ കേസെടുത്തതല്ല, പോലീസ് സ്വമേധയാ അന്വേഷണം നടത്തിയതല്ല. പോലീസിന് കുരുക്കുകൾ പോലീസിന്റെ മുഖത്ത്. ദിലീപിനും നാദിർ ഷായ്ക്കും മാത്രമല്ല, ഇത് സർക്കാരിന് തന്നെ വലിയ കുരുക്കുകളാണ്. ഒരു ഭാഗത്ത് നടിമാരുടെ വനിതാ കൂട്ടായ്മ, അവർ നാളെ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ പ്രതിച്ഛായ പോകും. പോലീസ് നിർബന്ധിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള പരിശ്രമമാണ് നടന്നതെന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ശ്രീ കെ സുരേന്ദ്രൻ ഈ ബെഹ്റ DGP ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ദിനേന്ദ്ര കശ്യപിനെ മുഖ്യ ചുമതലക്കാരനാക്കിക്കൊണ്ടുള്ള ഈ അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. അതേ അന്വേഷണ സംഘമാണ് ഈ നിർണായകമായ കണ്ടെത്തലുകളിലേക്കൊക്കെ പോകുന്നത്. ഒരു ഘട്ടത്തിൽ പിന്നെ ഈ ദിനേന്ദ്ര കശ്യപിനെ ADGP മാറ്റി നിർത്തുന്നുവെങ്കിൽ ബെഹ്റ വീണ്ടും ഈ പദവിയിലേക്ക് തിരികെ എത്തിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം കശ്യപിനോട് കൊച്ചിയിലേക്ക് പോകണമെന്ന് പറയുകയാണ്. ഞാൻ താങ്കൾ പറഞ്ഞ രാഷ്ട്രീയമായ ആക്ഷേപങ്ങളിലേക്കും തിരികെ എത്താം. അഡ്വക്കേറ്റ് MC ആഷി, സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ പോലീസിന് ഗൗരവതരമായ 2 വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലേ? അത് വീഴ്ചയാണോ അതോ ബോധപൂർവം കാര്യങ്ങൾ ഒതുക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. പ്രധാനമായും ഉള്ളത് ഏപ്രിൽ 20 ദിലീപും നാദിർ ഷായും കൊടുത്ത പരാതി. ആ പരാതിയുടെ മേൽ അന്വേഷണം വൈകി. ഇപ്പോൾ 8 മിനിറ്റ് നീളുന്ന ഒരു കോൾ വരെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇതേ സംഘം. അതെന്തിനാണ് ഇപ്പോൾ ഒരു വെളിപാട് പോലെ ഇവർ അവതരിപ്പിക്കേണ്ടത്? 20 തീയതി കിട്ടിയതല്ലേ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്ന് തന്നെ തേടാൻ കഴിയുന്നതായിരുന്നില്ലേ? 2 മാസത്തിലധികം അതിലെ പരിശോധനകൾ നടത്തിയതിന് ശേഷം അപ്പോഴൊന്നും കാണാതിരുന്ന ഈ വിവരം എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞു എന്നത് അവരെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതല്ലേ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇതുമായി അനുബന്ധമായി പറയേണ്ട കാര്യമെന്നത് ഈ അപ്പുണ്ണിയുടെ ഈ സംഭാഷണമുണ്ടല്ലോ, ദിലീപും നാദിർ ഷായും കൊടുത്തിരിക്കുന്നത്, അതാണല്ലോ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതടക്കം പോലീസ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നിട്ട് ഈ അപ്പുണ്ണി അടക്കമുള്ളവരോട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ മുഴുവൻ രൂപവും കൊണ്ടുവരാൻ. ഇതൊക്കെ
പോലീസിന്റെ ഈ വൈകിയ വേളയിലും ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന അവകാശവാദത്തെ അല്പമെങ്കിലും സംശയത്തിൽ ആക്കുന്നതല്ലേ? വേണു, ഇതിനകത്ത് ഈ പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എത്രത്തോളം വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന കാര്യം